അങ്ങനെ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവോണത്തിൻ്റെ സ്പെഷ്യലായിട്ട് കായവറവും അതുപോലെ ശർക്കരവരട്ടിയുടെ പരിപാടിയുണ്ട് വീട്ടിൽ. അപ്പോൾ കായവറവ് നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു. ഇന്നലെ തലേദിവസം അമ്മ സെറ്റാക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിത് സെറ്റാക്കാൻ പോണത് നമ്മുടെ ശർക്കരവരട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പട്ടിക്കാടൊക്കെ പോയി നമ്മുടെ ഓണം കൊള്ളാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അത് വന്നിട്ടുള്ള വരവാണ് ഇരിക്കണേ. അപ്പോൾ നമ്മൾ തൃക്കാരപ്പനെയും അതുപോലെ പൂക്കൾ, പിന്നെ കുറച്ച് പച്ചക്കറി, പിന്നെ കുറച്ച് സാധനങ്ങൾ, പായസം വയ്ക്കാനുള്ള കൂട്ട്, അതൊക്കെ പോയി നമ്മളിത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശർക്കരവരട്ടിയുടെ പരിപാടിയുടെ കൂട്ടത്തിൽ നമ്മൾ ഫാമിലിയുടെ വൈകുന്നേരത്തെ പരിപാടി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരവരട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പട്ടിക്കാട് പോയ ഗ്യാപ്പിൽ അമ്മതേ കായ തൊലി കളഞ്ഞിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മഞ്ഞപ്പൊടി ഇട്ട് വെക്കുന്നത് ഈ സംഭവത്തിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് 1 മണിക്കൂർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അടുത്ത പരിപാടിക്ക് കിടക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ വന്നതിന് ശേഷമാണ് കട്ടിങ്സും കാര്യങ്ങളൊക്കെ നടന്നത് കേട്ടോ. അപ്പോൾ ശർക്കര വരട്ടി ഇതുപോലെ കായ 2 പൊളിച്ചിട്ട് കുരുവിലാന്ന് നുറുക്കും. അപ്പോൾ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറയിൽ ആദ്യം വീഡിയോ എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ ക്യാമറ സെറ്റാക്കി കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് ഇക്കൊല്ലം നമ്മൾ എല്ലാ കൊല്ലം നമ്മൾ വാങ്ങാറുള്ളൂ. ഇപ്പോൾ ഈ വർഷം ഇച്ചുമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ആ കണ്ടീഷനിൽ നമ്മൾ എല്ലാം വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങാണ്. അപ്പോൾ ഇനിയുള്ള പലഹാരങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണേ. കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മളത് റെഡിമെയ്ഡ് മേടിക്കുകയും ചെയ്തേ. അപ്പോൾ ഇച്ചുവിൻ്റെ ആദ്യത്തെ ഓണം എന്ന് പറഞ്ഞാൽ 2ാമത്തെ ഓണമാണ്. പക്ഷേ പുള്ളിക്കാരി ആദ്യത്തെ ഓണത്തിൽ പ്രസവിച്ചെടുക്കായിരുന്നു. ഇതിപ്പോൾ ആളുടെ ഫസ്റ്റത്തെ ഓണമായിട്ട് നമ്മൾ കണക്കാക്കണേ. അപ്പോൾ അത് കാരണം ഒന്ന് ഗംഭീരമാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇനി കായൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ട് വേണം ഇതിനെ വറക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 7 മണിയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കണേ. 6-7 മണിയായിട്ടുണ്ട്. തീർന്നത് ഏകദേശം 10 മണിയായിട്ടോ. നമ്മൾ ഏകദേശം ഒരു 10 കിലോ മൊത്തം 20 കിലോൻ്റെ ഒരു കായ വാങ്ങി. അതിൽ 10 കിലോ നമ്മൾ കായ വറുത്തു. 10 കിലോ ബാക്കി 10 കിലോ ആണ് നമ്മൾ ശർക്കര വരട്ടി ആക്കണേ. കുറച്ച് പഴുപ്പിക്കാനും വെച്ചിട്ടുണ്ട്. തിരുവോണത്തിന് എടുക്കാനായിട്ട് പഴുക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കായ നമ്മുടെ അമ്മയുടെ അമ്മ ജോലി ചെയ്യുന്ന ഫാമിലത്തെ സെയിം സാധനം കേട്ടോ. അതിനകത്ത് അവരിങ്ങനെ വിഷവും കാരണം നടിക്കാത്ത സൂപ്പർ കായാണ്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലത്തെ ഫാമിലത്തെ കായാണ്. അവിടെ നിന്ന് അമ്മ കൊണ്ടുവന്ന ഒരു കൊല. അപ്പോൾ ഇനി കായ മുഴുവൻ അരിഞ്ഞ് തീർക്കണം. അരിഞ്ഞ് തീർത്തിട്ട് വേണം ഇതിനെ സെറ്റാക്കാനായിട്ട്. അപ്പോൾ അമ്മ തന്നെ അരിഞ്ഞ് കഴിഞ്ഞാൽ സമയം ഒരുപാട് വൈകും എല്ലെന്ന് വെച്ചിട്ട് ഞാനും കൂടിയുണ്ട്. ഞാനിത് ആദ്യമായിട്ടാട്ടോ ശർക്കര വരട്ടിക്കുള്ള കായ അരിയുന്നത്. അപ്പോൾ അതിന് എനിക്ക് അളവറിയില്ല. അപ്പോൾ ഞാൻ അളവ് ചോദിച്ചിട്ടാണ് അരിഞ്ഞ് അത് ഇരട്ടിപ്പണിയായി. ഞാൻ അരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അത് വണ്ണം കൂടിപ്പോയി. അങ്ങനെ വീണ്ടും ഭാര്യനെ കൊണ്ട് വീണ്ടും അത് 2ആക്കിച്ചു. അപ്പോൾ ഞാൻ ആദ്യം അരിഞ്ഞിടും, പെണ്ണുമ്പിള്ളനെ വിളിച്ചിട്ട് അത് 2ആക്കി. അത് അരിഞ്ഞപ്പോൾ അമ്മ ശ്രദ്ധിച്ചില്ല. ഞാനത് ആ അളവിനങ്ങ് അരിഞ്ഞു പോയി. അപ്പോൾ കനം കൂടിയെന്നും പറഞ്ഞ് പരാതിയായിരുന്നു. വിളിച്ച് കാണിക്കണ ഇതൊന്നും അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ചെറിയ 10 കിലോ കായ അരിഞ്ഞു. 10 ഫുള്ളായിട്ട് അരിഞ്ഞില്ല കേട്ടോ. ഏകദേശം ഒരു 3/4 ഭാഗം അരിഞ്ഞതിന് ശേഷം വറക്കാനിട്ടു. ബാക്കി അടുത്ത ആളെ കൊണ്ട് അരിയിക്കുക എന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അതിൽ തീരില്ല. ഇത് മുഴുവൻ അരിഞ്ഞിട്ടിട്ട് വറുത്ത് പിന്നെ കോരാന്ന് പറഞ്ഞാൽ തീരില്ല. അപ്പോൾ നമ്മളിത് അരിഞ്ഞ് സെറ്റാക്കിയിട്ട് ബാക്കി അങ്ങനെ നമ്മൾ കായ മുഴുവൻ അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. മുഴുവൻ അരിഞ്ഞിട്ടില്ല, ഏകദേശം 3/4 ഭാഗം അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും വറക്കണം. വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അരിയാന്ന് വെച്ചാൽ അല്ലെങ്കിൽ കായ അരിഞ്ഞു വെച്ചാൽ അങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കായ അരിഞ്ഞിട്ടില്ല. അപ്പോൾ അമ്മ അടുപ്പിലത്തെ ചാരമൊക്കെ വാരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ചാരമൊക്കെ വാരി മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഇന്നലെ നമ്മൾ കായ വറുത്ത കാരണം നല്ലപോലെ ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും ബാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഭാര്യ അരിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വറക്കാം അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അരിഞ്ഞ് വന്നോളൂ. അപ്പോൾ ഇത് കറുത്ത് കോരിനനുസരിച്ച് അടുത്തടുത്ത് ഇടാമല്ലോ. അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് ഞാൻ ഒരുപാട് സമയമാവും. അപ്പോൾ നമ്മൾ അടുപ്പിലാണ് മുഴുവൻ സെറ്റാക്കണേ, അല്ലെങ്കിൽ ഗ്യാസ് കുറേ കത്തും. അപ്പോൾ നമ്മൾ ഇന്നലെ കായ വറുത്ത ഓയിലിൽ തന്നെയാണ് ഇന്നത്തെ വറവ് കേട്ടോ. ഇന്നലെ കായ വറുത്തതിൽ ഏകദേശം ഓയിൽ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ വറക്കാൻ പോണേ. അപ്പോൾ അത് നമ്മളത് ഉരുളിയിലാണ്, നല്ല അടിപൊളി ഉരുളിയിലാണ് സംഭവം സെറ്റാക്കാൻ പോണേ കേട്ടോ. അപ്പോൾ അത് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ തിളച്ചിട്ട് വേണം നമുക്ക് കായനെ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഓയിൽ തികയില്ല. അപ്പോൾ അത് കാരണം ഞാൻ 1 ലിറ്റർ ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ച് ഒഴിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ മൊത്തം ഏകദേശം ഒരു 3 ലിറ്റർ ഓയിൽ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ 20 കിലോ കായ്ക്ക്. അപ്പോൾ അതിലെല്ലാം കഴിഞ്ഞ് നമുക്ക് അവസാനം 1 ലിറ്ററോളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ 2 ലിറ്റർ ഓയിലാണ് ഇത്രയും വറുത്തെടുത്തത് കേട്ടോ. അപ്പോൾ 2 ലിറ്റർ ഓയിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിള്ളേർ അവിടെ ഊളിമ്പാലാണ്. ഇത് ചേച്ചിയുടെ മോളാണ്. അവള് വെക്കേഷനായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ എണ്ണ ചൂടാവുള്ള ഗ്യാപ്പിൽ ഇച്ചു ഫോം വിളിയാണ്. ഇച്ചു കുഞ്ഞേച്ചനെ വിളിക്കുന്നതാണ്. ഇവളുടെ അനിയത്തിനെ ഫോൺ വിളിക്കണതാണ് ഈ കാണുന്നത്. ഹലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവള് ഫോൺ കൊടുക്കൂല ആർക്കൂട്ടാ. ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോൾ കൊടുക്കൂല. ഫോൺ അഡിക്റ്റ് ആയിട്ടുണ്ട് മോള്. അപ്പോൾ ഭയങ്കര ഫോൺ വിളിയാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വേണമല്ലോ നമുക്ക് ഇനി കായ വറക്കാനായിട്ട്. അപ്പോൾ ആ ഗ്യാപ്പാണ് ഇവിടെ നടക്കുന്നത്.
അപ്പോൾ അതേ അങ്ങനെ പെണ്ണുമ്പോൾ അതേ അരിഞ്ഞ് അവസാനിക്കാറുണ്ട്. ഇപ്പം അരിയുന്നത് ഞാൻ ആദ്യം അരിഞ്ഞ കായാണ് കേട്ടോ. ഞാൻ ആദ്യം അരിഞ്ഞ കായ വണ്ണം കൂടിയെന്നും പറഞ്ഞിട്ട് അത് വണ്ണം കുറച്ച് അരിയാണ്, ബാക്കിയുള്ളതാണ് ഇപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ അത് ഏകദേശം കുറേ സമയം എടുത്തു. വലിപ്പം വലിപ്പം കൂടി ഇത് ചെറുതാക്കി അരിഞ്ഞതാണ് കാണും, എന്നിട്ടാണ് ബാക്കി അരിഞ്ഞേട്ടാ. അപ്പോൾ എനിക്ക് പറ്റിയൊരു പണ്ടത്തരാണ്, കാരണം നമ്മൾ ചെയ്തിട്ടില്ല. ഞാനപ്പോൾ അത് ഇത്രയും ഞാൻ കണ്ട സൈസിൽ വെച്ച് പടച്ചതാണ്, പക്ഷെ അത് അങ്ങോട്ട് സെറ്റായില്ല. അപ്പോൾ അത് പുള്ളിക്കാരി അതുകൊണ്ട് സമയം വൈകുമല്ലാണ്ട്. അങ്ങനെ നമ്മുടെ ഓയിൽ റെഡി ആയിട്ട് ഓയിൽ ഇത് ചുട്ട് പഴുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഐസിലായിട്ട് ഇത് കായ ഇടാൻ പോവാ. എനിക്ക് പേടിയുണ്ട് ഇതിലേക്ക് ഇടുമ്പോൾ. അമ്മ പറഞ്ഞ കൈ കൊണ്ട് ഇട്ടാൽ മതി എന്ന്. എനിക്ക് പേടിയാണ്. ഞാൻ ഇട്ടിട്ട് എൻ്റെ കൈ പൊള്ളി ഞാൻ എണ്ണ തളച്ചേലേക്ക് ഇട്ടിട്ട് എൻ്റെ മോതിരവരലൊക്കെ ആകെ പൊള്ളി തവിടുകൂടി. അമ്മ പറഞ്ഞു ഞാൻ കൈ കൊണ്ട് ഇട്ടാൽ മതി, കൈ കൊണ്ട് ഇട്ടാന്ന് പറഞ്ഞു. നമുക്ക് പരിചയമില്ലല്ലോ. അങ്ങനെ അവസാനം എൻ്റെ നിന്ന് മേടിച്ചിട്ട് കൊണ്ട് ഞാൻ ഇടാന്നും പറഞ്ഞിട്ട് എൻ്റെ നിന്ന് മേടിച്ചിട്ട് പോയി. ഇത് എളുപ്പമല്ല ഈ സംഭവം ഇടുമ്പോൾ അവരൊന്ന് പൊക്കിയിടുന്നത് പൊക്കിയിട്ടാലും എൻ്റെ കൈമേക്ക് തെറിക്കുക. അവസാനം എൻ്റെ നിന്ന് അമ്മ മേടിച്ചിട്ട് അവർ സിമ്പിളായിട്ട് ഇട്ടു. കാരണം അവർക്കത് എളുപ്പമായിട്ടല്ലേ എനിക്ക് തോന്നിയത്, നമുക്കത് എളുപ്പമല്ല. അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് വലിച്ചിട്ട് സാധനം അമ്മ നിസ്സാരമായിട്ട് വാരിണ്ടായി. അതായത് ഈ കരട്ടക്കാർ അരിപ്പൊടി മറ്റേ ചൂടുള്ള മണലൊക്കെ വാരുന്ന പോലെ പുള്ളിക്കാർ വാരിയിട്ട് ചെറുപറാന്ന് പറഞ്ഞ് വാരിയിട്ട് ഞാനിട്ട് എൻ്റെ കൈമേക്ക് തെറിക്കായിരുന്നു. അപ്പോൾ അതാണ് എന്താ പറയുക, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് അതാണ്. ഏതൊരു ജോലിക്കും പരിചയം വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അറിയാവുന്നതുകൊണ്ട് കാര്യമില്ല, എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന്. അപ്പോൾ ഇത് ഒരാൾ അവിടെ ചെത്തിയിടുന്നു, ഇനി ഇത് ഒരാൾ ഇതിലേക്ക് ഇടുന്നു. ഇനി ഏകദേശം 1/2 മണിക്കൂറോളം വേണം കേട്ടോ ഇത്രയും കായ പൊരിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ ഒരു 3 സെറ്റ് നമ്മൾ ഇട്ടായിരുന്നു കേട്ടോ. മൊത്തം 3 സെറ്റ് കായ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു 3 ഉരുളിക്കുള്ള കായ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ എടുത്തു നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമായിട്ട്. അപ്പോൾ ഇത് അവിടെ അരിയിൽ നടക്കുന്നുണ്ട്, ഇവിടെ വറവ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വറുത്ത് കോരിയിട്ട് വേണം അടുത്ത പരിപാടി സെറ്റാക്കാനായിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഒന്നാമത്തെ സെറ്റായിട്ടുണ്ട്. ഒന്നാമത്തെ ട്രിപ്പ് ഇട്ട് നമ്മളിത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വാരാനായിട്ടുള്ള സെറ്റപ്പ് നോക്കണം. ഞാനാണ് കോരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണത്. കോരി കയ്യിലായിട്ട് നിൽക്കുന്നുണ്ട്. വാരാൻ സുഖമാണല്ലോ, വാരുമ്പോൾ മെത്ത് ധരിക്കില്ലല്ലോ. അപ്പോൾ വാരാനുള്ള പരിപാടിക്ക് എന്നപ്പോൾ അമ്മ പറഞ്ഞ ആയിട്ടില്ല, കുറച്ചിനും കഴിഞ്ഞു വന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ധൃതിയായിട്ട് നിൽക്കണത് വാരാനായിട്ട്. കാരണം അത് നല്ല രസമുള്ള പരിപാടി, കോരി എടുക്കൽ. ഞാൻ അതിൻ്റെ മുമ്പിൽ നിന്ന് ടെസ്റ്റ് അടിക്കണതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചുവിനത് ഡ്രസ്സ് മാറ്റിക്കുന്ന പരിപാടി. ഞങ്ങൾ പട്ടിക്കാട് പോയിട്ട് വന്ന കാരണം ഡ്രസ്സൊക്കെ ഊരിച്ചത് ഭയങ്കര ചൂടാ. അതാണ് ഈ അടുപ്പിൻ്റെ ചോട്ടിൽ നിന്ന് പോവില്ല. നമ്മളെവിടെയും കൊണ്ടാക്കി കഴിഞ്ഞാൽ കീറിയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. അതാണ് അമ്മ എടുത്തോണ്ടിരിക്കുന്നത്. തല്ലുകൂടി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവൾ സമ്മതിക്കില്ല. അതാണ് അടുപ്പിൻ്റെ ചോട്ടിൽ നിൽക്കുന്നത്. നമുക്ക് പേടിയായി, ഇവള് ഇടയിൽ നമ്മളെ കാണാണ്ട് ചിലപ്പോൾ വിറകൊക്കെ പിടിച്ച് വലിക്കുകയും. അങ്ങനെ ഇച്ചുവിനെ ഡ്രസ്സ് മാറ്റിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ഡ്രസ്സ് എടുത്ത് കളഞ്ഞിട്ട് വേറെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് ഒരു രക്ഷയിലായി. പരിസരത്ത് പോവില്ല അവൾ ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിൽക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു വാശിക്കാരിയാണ് ആൾ. അപ്പം അമ്മ എടുത്തു നിന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ സെറ്റായിട്ടുണ്ട്. ഏകദേശം മുരിയുന്ന സൗണ്ട് കേൾക്കുമ്പോൾ കോരാന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ മുരിയുന്ന സൗണ്ട് കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇളക്കി കോരണം. അപ്പോൾ കോരി എടുക്കാനായിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി കോരി നിറച്ചിട്ട് വേണം അടുത്ത ട്രിപ്പ് ഇടാനായിട്ട്. ഇതിങ്ങനെ വറുത്തിട്ട് ലാസ്റ്റ് കുറച്ച് ഉപ്പിടും. ആ ഉപ്പിടുമ്പോൾ ഇത് കാണാൻ ഭയങ്കര രസമാണ്. ഉപ്പിടുമ്പോൾ ഇത് അങ്ങനെ ഭയങ്കരമായിട്ട് തിളക്കും. ഇച്ചുവിനെ എടുത്ത് പിടിച്ചേക്കാം. ഇച്ചുവിനെ താഴെ നിർത്തി അവൾ ഒന്നെങ്കിൽ കയ്യിൽ പിടിച്ച് വലിക്കും, അല്ലെങ്കിൽ വിറക് പിടിച്ച് വലിക്കും. അത് കാരണം അവൾ എടുത്ത് പിടിച്ചേക്കാം. നിലത്ത് നിർത്താൻ പറ്റത്തില്ല. ഓരോ പണിയിലായത് കാരണം എളുപ്പമല്ല. ഞാൻ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് കുഴപ്പമില്ല. അവൾ അരിയാണ്, അമ്മ ഇത് കാണുന്നുണ്ട്. അങ്ങനെ വാശി പിടിച്ചിട്ട് അമ്മ അവൾക്ക് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ കയ്യിലേക്ക് എടുത്ത് അതിലേക്ക് എറിയേ അങ്ങനത്തെ ഓരോ പണിയൊക്കെ കാണിക്കും. അതാണ് പേടി. നേരത്തെ ഒരു കൊള്ളി പിടിച്ച് വലിക്കാൻ നോക്കി, തീക്കൊള്ളി. അപ്പോൾ അത് കാരണമാണ് എടുത്ത് പിടിച്ചിട്ടുള്ള പരിപാടി. കാരണം വേറെ ആരുടെ അടുത്തേക്കും പോവില്ല. അല്ലെങ്കിൽ ആ തൊട്ടടുത്തുള്ള പിള്ളേരുടെ അടുത്തേക്ക് പുള്ളിക്കാർ പോണതാ. ഇപ്രാവശ്യം പോകുന്നില്ല. അപ്പോൾ തലയിൽ കെട്ടിയതൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു. ആദ്യം കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ്. ഇപ്പോൾ അമ്മ ചീത്ത പറഞ്ഞിട്ട് വീണ്ടും കൊണ്ട് കെട്ടിച്ച. അങ്ങനത്തെ ഡ്യൂട്ടി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒതുങ്ങിയിരിക്കാൻ വേണ്ടി അവളോട് അരിച്ചിന് നിർത്തിക്കോളാൻ പറഞ്ഞ് കൊച്ചിനെ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്കത് കോരി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അത് കോരി മാറ്റിയിട്ട് വേണം 3 ട്രിപ്പ് ഇടണം. അത് ഇട്ടിട്ട് വേണം ബാക്കി പരിപാടി നോക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ആൾ കൊച്ചിനെടുത്ത കാരണം കോരലിൻ്റെ ചടങ്ങും ഞാൻ അമ്മയ്ക്ക് തന്നെ ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കോരി മാറ്റാനായിട്ട് അമ്മ തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. ഇച്ചു സമ്മതിക്കാത്ത കാരണം ഞാൻ ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെ കോരി മാറ്റി അവിടെ വെച്ചിനി അത് ചൂടൊക്കെ ആറിയിട്ട് വേണം. കുറേ പരിപാടി ഉണ്ട് കേട്ടോ. കായ വറക്കണയൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് ശർക്കര വെട്ടി ഉണ്ടാക്കാനായിട്ട്. ഇത് വറുത്ത് കോരണം, പിന്നെ ശർക്കര മറ്റേത് വരച്ചത്, അങ്ങനെ ഒരുപാട് പരിപാടി ഇതിനകത്തുണ്ട്. എനിക്ക് നിന്നിട്ട് തന്നെ ബ്ലോറടിച്ചു. ഞാനിത് ഷോർട്ട്സാക്കി ചെയ്താന്ന് വിചാരിച്ചു പിന്നീട്. അങ്ങനെ നമ്മൾക്കത് എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സെറ്റ് കഴിഞ്ഞു. രണ്ടാമത്തെ സെറ്റ് വാരി ഇടുന്നു. ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ട് നമുക്ക് അടുത്ത പരിപാടി കാണാം. അപ്പോൾ എന്ത് സിമ്പിളായിട്ട് നോക്കി അമ്മ വാരി ഇടണം. ഞാനിട്ട് കഴിഞ്ഞാൽ എന്നെ 5 വല്ലുമ്പോളൂ. അതാണ് അതിൻ്റെ പ്രശ്നം.
അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ആയപ്പോൾ അതിൽ നിന്ന് കുറച്ച് വാരി പൊടിച്ച് കൊടുത്തിട്ടുണ്ട് ഇച്ചു അത് വാരി തിന്നുന്നതാണ് കാണുന്നത്. ഫസ്റ്റത്തെ ട്രിപ്പ് ചൂടാറിയത് കൊടുത്തിട്ടുണ്ട്, കായ വറുത്തതിന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനി വറവ് കഴിയാറായിട്ടുണ്ട്. മൂന്നാമത്തെ സെറ്റ് നമ്മൾ വറവ് കഴിയാറായപ്പോൾ ശർക്കര ഉരുക്കാട്ടിട്ടുണ്ട്. ശർക്കര ഉരുക്കി വെച്ചിട്ട് അതിനകത്ത് ചേർക്കണതാണ് ജീരകവും ഏലക്കായും ചുക്കുപൊടി. അതാണ് ഇതിൻ്റെ അകത്ത് കൂട്ട് വരുന്നത്. പിന്നെ നമ്മൾ അരി വറുത്ത് പൊടിക്കും, നമ്മുടെ സാധാ അരി വറുത്ത് പൊടിക്കും. ഇത് ലാസ്റ്റ് ട്രിപ്പാണ്. ഇതുകൊണ്ട് കഴിഞ്ഞ് നമ്മൾ അവിടെ വറവ് കഴിഞ്ഞു. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഇത് മിക്സ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചുക്കും ഏലക്കായും ജീരകമൊക്കെ പൊടിക്കും, അതുപോലെ അരി വറുത്ത് പൊടിക്കും. അപ്പോൾ ശർക്കര ആദ്യം നമ്മൾ ഉരുക്കിയിട്ട് പിന്നെ ഉരുളിയിലിട്ട് നൂല് പാവത്തിലാക്കണം കേട്ടോ. അപ്പോൾ അത് ഗ്യാപ്പിന് വേണ്ടി പിള്ളേർ ഇതിവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വെള്ളത് അപ്പോൾ ഗ്യാപ്പിൽ വന്നിട്ട് നാളത്തേക്കുള്ള പൂക്കൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുക. നാളെ രാവിലെ എണീറ്റ് പൂക്കൾ ഇടാൻ വേണ്ടി പൂക്കൾ അറേഞ്ച് ചെയ്തൊരു ഇന്നെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനി 2 ദിവസം അല്ലേ പൂക്കൾ ഇടണുള്ളൂ, തിരുവോണം ആവാറായില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് പൂക്കൾ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ പിള്ളേർ അവിടെ ഭയങ്കര ചർച്ചയിലാണ്. അപ്പോൾ ഇതാണ് അരി വറുക്കുന്നത്. ഇനി ഈ അരി വറുത്ത് പൊടിച്ചിട്ട് ഇതും കൂടി ചേർത്തിട്ടാണ് ഈ ശർക്കര വരട്ടിയുടെ ഔട്ടർ കോട്ടിങ് നമ്മൾ സെറ്റാക്കുന്നത്. അപ്പോൾ അരി വറുത്ത് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനി മിക്സിയിലിട്ട് പൊടിക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോഴേക്കും നമ്മുടെ 3ാമത്തെ സെറ്റ് വാങ്ങി ചൂടാറണമെന്നാണ് പറഞ്ഞു, അല്ലെങ്കിൽ കല്ലച്ച് പൂന്ന് പറഞ്ഞു. ശർക്കര വരട്ടി കല്ലച്ച് പൂന്ന് പറഞ്ഞു. അതിൻ്റെ സയൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചൂടോട് കൂടി ഇത് കോരിക്കഴിഞ്ഞാൽ കല്ലച്ച് പൂന്നു. അപ്പോൾ അരി വറുത്തത് അച്ഛൻ അവിടെ നിന്ന് കുറച്ച് അരി തിന്നാനുള്ള പരിപാടിയാണ്. അവരെ പഴമകാലം ഓർമ്മ പുതുക്കണതാണ്. പണ്ട് അരി വറുത്തതൊക്കെ ആയിരുന്നല്ലോ ചായക്ക് കടിയായിട്ട് കഴിച്ചിരുന്നത്. അങ്ങനെ അവസാനത്തെ സെറ്റ് നമ്മൾ കോരി മാറ്റിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഉരുളിയിൽ നിന്നുള്ള ഓയിൽ എടുത്ത് മാറ്റിയിട്ട് ആ ഉരുളിയിൽ തന്നെയാണ് നമ്മളിതിൻ്റെ ശർക്കര ഒഴിച്ച് പൊടിയിട്ട് ഇളക്കി മിക്സ് ആക്കാൻ പോണേ. അപ്പോൾ അമ്മ അതിലുള്ള ഓയിലൊക്കെ തിരിച്ച് മാറ്റണം. ഇനി നമ്മൾ ആ ഓയിൽ അരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. കാരണം വല്ല വറവിനോ അതിലൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ, കളയാൻ പറ്റില്ല. ഏകദേശം 1.5 ലിറ്റർ ഓയിൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഉരുളിലേക്ക് തന്നെ നമ്മുടെ ശർക്കര പാനീയം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനൊരു കണക്കുണ്ട്. ഇതിന് ഒട്ടുന്ന നൂലെണ്ണം കൈമ പിടിച്ച് ഒട്ടിക്കുമ്പോൾ നൂലെണ്ണത്തിനാണ് നമ്മളിത് കാണുക. അപ്പോൾ അത് നൂലെണ്ണത്തിനുള്ള അളവാക്കിയിട്ട് ബാക്കി സെറ്റാക്കാൻ പോകുന്നു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് ഇനി നമ്മൾ ഇതിനെ നൂല് പാവത്തിലാക്കിയിട്ട് അരിപ്പൊടി ചേർക്കണം ഇതിലേക്ക്. അരിപ്പൊടി എല്ലാം ശർക്കര വരട്ടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് സെറ്റാക്കാനായിട്ട്. അങ്ങനെ ശർക്കര ഏകദേശം പരിവായി അതിലേക്ക് ഏലക്കായ പൊടിച്ചതും പിന്നെ ചുക്കും കുരുമുളകും ഏലക്കായും കൂടെ പൊടിച്ച സാധനം ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി നമ്മുടെ ശർക്കര വരട്ടി അല്ല കായ വറുത്തത് ഇടാൻ പോകട്ടെ. അപ്പോൾ അത് ഇടാൻ സുഖം, അത് ഇടുമ്പോൾ വെത്തിക്ക് തെറിക്കൊന്നുമില്ല. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ആദ്യം ഈ ശർക്കര ഇതിനകത്ത് പിടിക്കണം. മൊത്തം ശർക്കര ഇതിലേക്ക് പിടിച്ചിട്ട് വേണം നമുക്ക് അരിപ്പൊടി ചേർക്കാനായിട്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര നമ്മൾ ഇട്ടത് കുറഞ്ഞു പോയായിരുന്നു. അത് കാരണം ഇതുമ്മക്ക് കോട്ടിങ് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് ശർക്കര ഒരുക്കി ഇതിൻ്റെ പിന്നാലെ ഒഴിച്ചായിരുന്നു കേട്ടോ, ശർക്കരയുടെ അളവ് കുറഞ്ഞ കാരണം. അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഈ അരിപ്പൊടി മിക്സ് ചെയ്യുക. നമ്മുടെ അരി വറുത്ത് പൊടിച്ചതും പിന്നെ ഏലക്കായും കൂടി പൊടിച്ച സാധനം മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടാണ് നിൽക്കണേ. അമ്മ പറഞ്ഞ് നിൽക്കത് മിക്സ് ആവട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ധൃതിയായിട്ട് ഇപ്പിടണം എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കണം. അപ്പോൾ നമ്മൾ ശർക്കര കായും കൂടെ മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് അരിപ്പൊടി ഇങ്ങനെ തൂളി മിക്സ് ചെയ്ത് ഓരോ ലെയറായിട്ട് നമ്മളെ ബിരിയാണിയൊക്കെ റെഡിയാക്കുന്ന പോലെ കുറച്ച് ഇളക്കുക, എന്നിട്ട് കുറച്ച് തൂളുക, അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മുടെ അടിപൊളി ശർക്കര സെറ്റ് ഇട്ടാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ശർക്കര എന്ന് പറഞ്ഞാൽ 200 ഗ്രാമിന് ഏകദേശം 80 രൂപ വിലയുണ്ട്. ഇതിപ്പോൾ നമുക്ക് ആകെ ചിലവായത് 800 രൂപയാണ്. നമുക്ക് 2-3 കിലോ ശർക്കര വരട്ടി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നത് ശർക്കര വരട്ടി ഏകദേശം പരിവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് ശർക്കര കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം കുറച്ചും കൂടെ ശർക്കരയും അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അളവ് അറിയാത്ത കാരണം നമ്മൾ കുറഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോട്ടിങ് ഒന്നുകൂടി സെറ്റാക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ശർക്കര വരട്ടിയുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.